ഹായ്, ഇന്നുണ്ടല്ലോ നമുക്ക് ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പുകൾ അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിൻ്റെ ഒക്കെ കുറേ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പല കമ്പനികളുടെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു അപ്ഡേഷനാണ് കാണിക്കുന്നത്. ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഷോപ്പിൻ്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റ്സ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ്സ് അയച്ചു തരുന്നതായിരിക്കും. ഫസ്റ്റ് കാണിക്കുന്നത് ഉഷ കമ്പനിയുടെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പാണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് 2200 വാട്ട്സ് ആണ്. ഇതിൻ്റെ വാറണ്ടി വരുന്നത് 1 ഇയർ വാറണ്ടിയാണ്. അത് നമുക്ക് ഹോം സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കസ്റ്റമർ കെയർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്പോട്ടിൽ വന്ന് ഇത് സർവീസ് ചെയ്ത് തരും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. അലുമിനിയ പാത്രമാകട്ടെ, മൺപാത്രമാകട്ടെ, സ്റ്റീൽ പാത്രമാകട്ടെ, ഏത് പാത്രങ്ങളും നമുക്ക് ഇതിൽ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടിവശം പരന്നിട്ടുള്ള ഏത് പാത്രങ്ങളും നമുക്ക് യൂസ് ചെയ്യാം. മൺചട്ടി വരെ, മൺപാത്രം വരെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ അതിൻ്റെ അടിവശം പരന്നതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് വിപണിയിൽ അതുകൂട്ട് പാത്രങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ഇങ്ങനെ ഇതുണ്ട്, ഇവിടെ ഒരു കൺട്രോൾ വരുന്നുണ്ട്. ഇതിൻ്റെ വാട്ട്സ് ഒക്കെ നമുക്ക് ഈ കൺട്രോൾ തിരിച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും വളരെ ഈസി ആയിട്ട്. പിന്നെ നമുക്ക് എല്ലാം ടച്ച് ഓപ്ഷനാണ് വരുന്നത്. എല്ലാത്തിനും മെനു എല്ലാം നമുക്ക് ടച്ച് ഓപ്ഷനിലൂടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ പറ്റും, സൂപ്പിന്, അങ്ങനെ എല്ലാത്തിനും നമുക്ക് പ്രത്യേകം ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ബാർബിക്യൂ വരെ ഇതിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഗ്രില്ലും അവൈലബിൾ ആണ്. ഇതുണ്ടോ, ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഗ്രില്ല് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏത് ഭക്ഷണം വേണേലും നമുക്ക് ഇവത്തേൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിനനുസരിച്ച് നമുക്ക് മെനു സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 4500 രൂപയാണ്. ഷോപ്പിലെ പ്രൈസാണ് പറയുന്നത് 4500 രൂപ. അപ്പോൾ അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും അന്ന് വന്ന പ്രോഡക്റ്റിൻ്റെ അന്നത്തെ റേറ്റാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് ഇപ്പോഴത്തെ റേറ്റാണ് 4500 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പം ഓൾറെഡി റേറ്റ് കൂടിയാണ് നമുക്ക് കുറേ നാളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ നാൾ മുമ്പ്, ഒരു 5-6 മാസം മുമ്പുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിനകത്ത് വേറൊരു റേറ്റ് ആയിരിക്കും. ഇതിലും കുറഞ്ഞ റേറ്റാണ് അന്ന്. അത് കഴിഞ്ഞാണ് ഇതിന് റേറ്റ് കൂടിയത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിയുമ്പം ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള പ്രോഡക്റ്റിൻ്റെ റേറ്റാണ് നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഉടനെ അന്ന് ആ റേറ്റ് ആണല്ലോ പറഞ്ഞത്, പിന്നെ എന്താ ഈ റേറ്റ് പറയുന്നതെന്ന് പലരും ചോദിക്കും. അപ്പോൾ അതിൻ്റെ കാര്യം, അന്ന് റേറ്റ് കുറവായിരുന്നു, ഇപ്പോൾ പ്രോഡക്റ്റിന് റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്റ്റോക്കുള്ള പ്രോഡക്റ്റിൻ്റെ റേറ്റ് അല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ അന്നത്തെ റേറ്റ് പറഞ്ഞ് തരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നവരോട് നമ്മളിങ്ങനെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചിലർ നമുക്കിട്ട് പണി തരാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല, എന്നിട്ടും ഉടനെ വന്ന് സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ഇടും, ഇവർ വീഡിയോയിൽ ഒരു റേറ്റ് ആണ് പറയുന്നത്, വിളിച്ച് കഴിയുമ്പോൾ വേറൊരു റേറ്റ് ആണ് പറയുന്നതെന്ന്. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് മനസ്സിലാവാഞ്ഞിട്ടല്ല, എന്നാലും നമ്മളെപ്പറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറ്റിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ പറ്റിയോ മോശമായിട്ട് എന്തെങ്കിലും ഒരു കമൻ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പം ചിലർക്ക് ഒരു മനസ്സുഖം, ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിന് വേണ്ടിയാണ് അവർ കമൻ്റ് ഇടുന്നത്, അല്ലാതെ മനസ്സിലാകാഞ്ഞിട്ടല്ല. അല്ലെങ്കിൽ അവർ അത്രയ്ക്കും മന്ദബുദ്ധികളായിരിക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ. അപ്പോൾ വില പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഏതായാലും മന്ദബുദ്ധിയല്ല. അപ്പോൾ മനഃപൂർവ്വം ഇവരെ മോശമാണ്, അല്ലെ ഇവരുടെ ബിസിനസ് ഇവരെങ്ങനെയാണ് ചെയ്യുന്നത്, മനഃപൂർവ്വം ഇവരെ ഒന്ന് കരിവാരി തേക്കുക, അതാണ് പലരുടെയും ഉദ്ദേശം ഇങ്ങനെ കമൻ്റ് ഇടുന്നവരുടെ. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. നമ്മൾ ഇതൊന്നല്ല, ഏതൊരു പ്രോഡക്റ്റും നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞ റേറ്റ് തന്നെ ആയിരിക്കുമല്ലോ എല്ലാ കാലത്തും. പിന്നീട് പ്രോഡക്ട്സ് വരുമ്പം കമ്പനി മാറിയായിരിക്കും വരുന്നത് എല്ലാ പ്രാവശ്യവും. നമുക്ക് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ കാര്യമല്ല കേട്ടോ, ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്പെയർ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അത് ഓരോ പ്രാവശ്യം വരുമ്പോൾ പല കമ്പനികളുടെ ആയിരിക്കും വരുന്നത്, പല വാട്ട്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. ഇപ്പോൾ സെയിം കമ്പനിയുടെ തന്നെയാണെങ്കിലും വീണ്ടും പ്രോഡക്റ്റ് വരുമ്പം റേറ്റ് കുറയാം, റേറ്റ് കൂടാം. അപ്പോൾ അതനുസരിച്ച് നമുക്കും കടയിൽ വിൽക്കുമ്പം റേറ്റ് കൂട്ടിയും കുറച്ച് ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് എനിക്കറിയാം, എന്നാലും മനസ്സിലാകാത്ത ചിലരുണ്ട്, അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ നമ്മുടെ ഉഷയുടെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് 4500 രൂപയാണ് പ്രോഡക്റ്റിന് റേറ്റ് വരുന്നത്. MRP വരുന്നത് 5890 രൂപയാണ്. 1 ഇയർ ആണ് വാറണ്ടി. അടുത്തത് ഐബെല്ലിൻ്റെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പാണ്. അപ്പോൾ ഇതും 2200 വാട്ട്സ് ആണ്. ഇതുപോലെ തന്നെ എല്ലാ പാത്രങ്ങളും നമുക്ക് ഇതിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ടച്ച് ഓപ്ഷനാണ് വരുന്നത്. വാട്ട്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് വാട്ട്സ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അധികം ചൂടിൻ്റെ ആവശ്യമില്ലാത്ത ഒരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ആ നോബ് തിരിച്ച് അതിൻ്റെ വാട്ട്സ് കുറച്ചിടാനായിട്ട് പറ്റും. മാക്സിമം നമുക്ക് 2200 വാട്ട്സ് വരെയാണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ചിടുന്നതനുസരിച്ച് നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ കുറവ് വരും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 3800 രൂപയാണ് ഐബെല്ലിൻ്റെ പ്രോഡക്റ്റിന് റേറ്റ് വരുന്നത്. ഇതും 1 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റാണ്.
അപ്പോൾ ഇതെല്ലാം നമ്മൾ തരുന്നത് കമ്പനി നൽകുന്ന വാറണ്ടി കാർഡോട് കൂടിയാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് തരുന്നത്. അതിപ്പോൾ നിങ്ങൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്താലും നമ്മൾ പ്രോഡക്റ്റ് അയച്ചു തരികയാണെങ്കിലും എങ്ങനെയാണെങ്കിലും കമ്പനി തരുന്ന വാറണ്ടി കാർഡ് നമ്മൾ ഷോപ്പിൻ്റെ സീലും വെച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഡേറ്റും വെച്ചായിരിക്കും പ്രോഡക്റ്റ് തരുന്നത്. മൂന്നാമത് വന്നിരിക്കുന്ന ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് വന്നിരിക്കുന്നത് കാസ്റ്ററിൻ്റെയാണ്. ഇതെല്ലാം ഗ്ലാസ് ടോപ്പാണ് വരുന്നത്. എല്ലാത്തേലും നമുക്ക് എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കാസ്റ്ററിൻ്റെ വരുന്നതും 2200 വാട്ട്സ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3500 രൂപയാണ്. ഇതിനും 1 ഇയർ ആണ് കമ്പനി വാറണ്ടി നൽകുന്നത്. അപ്പോൾ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പുകളെല്ലാം നമുക്ക് എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്യാവുന്ന തരത്തിലാണ് വരുന്നത്. നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഉഷ കമ്പനിയുടെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്. അപ്പോൾ ഇത് വരുന്ന 1600 വാട്ട്സിൻ്റെ ആണ്. ഇതിനും 1 ഇയർ ആണ് കമ്പനി വാറണ്ടി തരുന്നത്. അപ്പോൾ ഇതെല്ലാം ഗ്ലാസ് ടോപ്പാണ് വരുന്നത്, ടച്ച് ഓപ്ഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെനു സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാക്സിമം 1600 വാട്ട്സ് ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 3250 രൂപയാണ്. അപ്പോൾ ഈ ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിൽ നമുക്ക് ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള പാത്രങ്ങൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കട്ടി കുറഞ്ഞിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങൾ ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഐബൽ കമ്പനിയുടെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്. ഇതിൻ്റെ വാട്ട്സ് വരുന്നത് 2000 വാട്ട്സ് ആണ് പവർ വരുന്നത്. അപ്പോൾ ഇതൊരു സ്വിച്ച് ടൈപ്പാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2750 രൂപയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ടച്ച് ഓപ്ഷനാണ്, പക്ഷേ ഇതിൽ വന്നിരിക്കുന്നത് സ്വിച്ചാണ്. അപ്പോൾ റേറ്റ് കുറവുണ്ട്, 2750 രൂപ. അപ്പോൾ ഇതിന് 1 ഇയർ ആണ് വാറണ്ടി വരുന്നത്. ഗ്ലാസ് ടോപ്പ് തന്നെയാണ് വരുന്നത്. വാട്ട്സ് കൂടിയതാണ്, 2000 വാട്ട്സ് വരുന്നുണ്ട്. മൂന്നാമത് വന്നിരിക്കുന്നത് ബജാജിൻ്റെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്. ഇതും 1 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റാണ്. ഗ്ലാസ് ടോപ്പാണ് വരുന്നത്. റേറ്റ് വരുന്നത് 3500 രൂപ. ഇതെല്ലാം നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന പ്രൈസാണ് പറയുന്നത്. അപ്പോൾ പലരും ഓർക്കും ഇത് MRP ആണോ, ഇനി ഇത് കുറയുമോ എന്നൊക്കെ. അപ്പോൾ MRP അല്ല നമ്മൾ പറയുന്നത്, നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റ് ആണ് പറയുന്നത്. MRP ഒക്കെ ഇതിലും കൂടുതലാണ്. അപ്പോൾ എല്ലാം 1 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ദൂരെയുള്ളവരാണെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും, പ്രോഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഷോപ്പിംഗ്.